അതായത് തേച്ചിട്ട് പോയ കാമുകനെ കാണാൻ വരുന്ന വികാരഭരിതയായ കാമുകി അഭിനയിച്ചു കാണിക്കും. എന്റെ ജീവിതത്തിൽ നടന്നല്ലേ ഇവൻ ഇതറിഞ്ഞ? നീ എന്തോ അടി വായ നോക്കി നിൽക്കുന്ന അഭിനയിച്ച് കാണിക്കടി. അച്ഛാ, എനിക്കൊരു സപ്പോർട്ടിങ് ആക്ടർ വേണം അഭിനയിക്കാൻ, എന്നാലേ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റും. മകളെ അവളുടെ കാമുകനായിട്ടൊന്ന് അഭിനയിച്ചു കൊടുത്തേ. ഞാനാ അച്ഛന് വേറെ പണിയൊന്നും ഈ ഇനാമേച്ചാണ് അഭിനയിക്കുന്നത്. ഞാൻ അഭിനയിക്കാച്ച കാമുകനായിട്ട്. ശരി ചെയ്യ. നീ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നോ. ഞാൻ ഇവിടെ നിന്ന് വരാം. ഇതെന്തോന്നാ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് അവന്റെ ചെവിട്ട് തടിക്കാനല്ല. എടാ ചേക്കാ, നീ ഇവിടെ വന്നിരുന്നേ. ഇല്ലെങ്കിൽ അവള് വൈരാഗ്യം തീർക്കാൻ ചിലപ്പോൾ നിന്നെ കുത്തിക്കൊല്ലും. ഇവിടെ കണക്കിന് കിട്ടിയല്ലോ. അവിടെ ഇരുന്നു. അഭിനയമാണ് പെണ്ണേ, ജീവിതമല്ല. നീ ഒരു പണി ചെയ്. നീ കാമുകൻ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് ഡയലോഗ് പറ. ആക്ഷനൊക്കെ പിന്നെടുക്കുക. ആദ്യം ഡയലോഗ് പഠിക്കുക. എന്റെ ആത്മാർത്ഥ പ്രണയത്തെ അപ്പിടാൻ മുക്കുന്ന പോലെ ഉണ്ട്. ആടി ഞാൻ മുക്കാണ്. നിനക്കെന്നാ ഇവ എന്നെ കൂടെ പോയി കക്കൂസി പോയിരിക്കും. ആടി എന്താ പോയി ചേച്ചി ഇതൊന്നും നടക്കത്തില്ല. ഈ ചേച്ചിക്ക് അഭിനയിക്കാന്ന് അറിയത്തില്ല. നീ ഒന്ന് അഭിനയിച്ച് കാണിക്ക്. നാച്ചുറൽ ആയിരിക്കണം, അല്ലാതെ ഇത് ഒരു ഭയങ്കര കോമാളിത്തരം പോലെ ഇരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം, അതുപോലെ അങ്ങ് അഭിനയിച്ചാൽ മതി. നീ നേരത്തെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞേ. എടാ തെണ്ടി, നീ എന്നെ തേച്ചിട്ട് പോയല്ലേടാ. എന്റെ ആത്മാർത്ഥ പ്രണയത്തെ നീ വഞ്ചിച്ചു. എക്സ്പ്രഷനൊക്കെ ഞാൻ കാണിച്ചു തന്നോളാം. ഡയലോഗ് പറഞ്ഞാൽ മതി. എടാ തെണ്ടി, എന്റെ ആത്മാർത്ഥ പ്രണയത്തിൽ നീ ചതിച്ചല്ലേ. നിന്നെ നീ കാണണ്ട. പൊക്കോ പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. സൂപ്പർ അച്ഛാ, സൂപ്പർ. അച്ഛൻ സൂപ്പറായിട്ട് അഭിനയിക്കണ്ടല്ലോ. അച്ഛന് സിനിമയിൽ അഭിനയിക്കുമ്പോ കൂടെ. ഏയ്, സിനിമയൊന്നും നമുക്ക് ശരിയാവത്തില്ല. നിങ്ങൾ അഭിനയിച്ച് സ്റ്റാർ ആയിക്കോളുക, ഞാനിങ്ങനെ ഗ്രൂം ചെയ്തു തരും. ഇനി ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. പറ പറ. മുക്കാതോ ഫേസ് നേരെ മര്യാദക്ക് പിടിക്കുക. അച്ഛൻ്റെ കോൺസെൻട്രേഷൻ കളയണോട്. ശരിയല്ല. അങ്ങനെ പ്രേക്ഷകർ പലതും പറയും, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ എന്ത് തോന്നുന്ന ദിവസം പറയും അഭിനയിച്ചു. എടാ തെണ്ടി, എന്നെ തേച്ചിട്ട് പോയല്ലേടാ. എന്റെ ആത്മാർത്ഥ പ്രണയത്തെ വഞ്ചിച്ചു നീ. എടി പോടി, നീ വേറെ വല്ല പണിക്കും പോടി. നീ ആ യൂട്യൂബ് എടുത്തോണ്ടാക്ക് പോ. നീ ലൈവ് പോ. നിന്നെ കൂടെ ഒന്നും പറ്റൂല. പ്ലീസ്, കഴിവില്ലെങ്കിൽ അംഗീകരിക്കണം. നിരുത്സാഹപ്പെടുത്തരുത്. നമ്മുടെ 3 പേരുടെ ജോലി എന്താ? അവളെ പഠിപ്പിച്ചു കൊടുക്കുക, നന്നാക്കി എടുക്കുക. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ വളരെ പുറകിലാണ് അഭിനയത്തിൽ. വളരെ താഴെ. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ഇപ്പൊ കാണിച്ചത് ഓവർ എക്സ്പ്രഷൻ. ജീവിതത്തിൽ നിനക്ക് സാഹചര്യം അങ്ങനെ ഉണ്ടായി കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാലും അത് നോക്കണ്ട. അടുത്തോട്ട് അഭിനയിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് അഭിനയിക്കും. എനിക്ക് ആരെയും സഹായമൊന്നും വേണ്ട, ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളാം. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അടിപൊളി. ചെയ്. എടാ തെണ്ടി, നീ എന്നെ പുച്ഛിച്ചു അല്ലേ? എന്തേരം തേച്ചെന്നല്ലേ? ഇഷ്ടംപോലെ. എടാ തെണ്ടി, നീ എന്നെ തേച്ചല്ലേ? എന്റെ ആത്മാർത്ഥ പ്രണയാണ് നീ. വലിയ കുഴപ്പമില്ലായിരുന്നു. അവൾ ഉള്ളി തട്ടിയാ പറഞ്ഞത്. എനിക്ക് ഇവിടെ കൊണ്ടു, അത് കുഴപ്പമില്ലായിരുന്നു. നോക്കുന്ന ഒന്നൂടെ. ഞാൻ തന്നെ നോക്കിക്കോളാം. എപ്പോഴും ഇതുപോലെ സപ്പോർട്ടീവ് ഓഡിയൻസിനെ കിട്ടത്തില്ല. വേണേ അത് യൂസ് ചെയ്തോ. സപ്പോർട്ടീവ് ഓഡിയൻസ് അതൊക്കെ അങ്ങനെയാ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിടാച്ചാ. ഇവിടെ ആരറിയുന്നു? ഇവിടെ ഓഡീഷൻ വിടാ, കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരിയെങ്കിലും മെനയാ. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു നടി വേണം, അത്രേ ഉള്ളൂ. ചേച്ചിനെ കാര്യം മെനയാ ഞാൻ. അതൊന്നും ശരിയാവില്ല, അവരെന്നെ വിളിച്ചേ. എല്ലാവരും കണക്കാച്ച. ആരെയും കിട്ടിയ എടുത്തു വെച്ചാൽ കാച്ചിക്കോളൂ. എന്തോ നടി നടന്നു. നിനക്കറിയോ എന്നെ വിളിച്ച ഡയറക്ടറെ?
ആണുങ്ങളുടെ മോന്ത ഇങ്ങനെ കുത്തു. ആ, അടി. അല്ല, എടി. ദൈവം. അയ്യോ അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ നീ നടിയോ നീ വെറും ഊപ്പ കേട്ടോ. എന്ത് പറ്റി? എടാ, കൊടുക്കടാ കൊടുക്ക്. കുറച്ച് നാളും കൊണ്ട് ഞാൻ ഓങ്ങി വെച്ചേക്ക് വരും. ഞാൻ തുപ്പിട്ടല്ലോ. നിനക്ക് ചേരുന്ന റോളുണ്ടല്ലോ ചാളമേരി നീ അഭിനയിക്ക് പോ. ചാളമേരി പോ. നിന്റെ അമ്മൂമ്മയോടാ ചാളം വരി എന്നെ ഒന്ന് പറഞ്ഞോ നീ. അച്ഛാ ദേ, അവരൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇരിക്കുക. വേണാ ആ. ഇവരൊക്കെ കളിയാക്കാൻ വേണ്ടി ഇരിക്കണ അച്ഛാ. ഇതൊന്നും പഠിക്കില്ല അച്ഛാ, ഇതൊക്കെ വെറുതെയാണ്. കണ്ട ഇതാണ് സ്വഭാവം, കച്ചറ സ്വഭാവം. ഒരാൾ നന്നാണത് ഇഷ്ടല്ല. അല്ല ചെറുക്ക, ഇവളവസാനേ ക്യാമറക്ക് മുമ്പ് പോയിട്ട് വല്ല കോമാളിത്തരം കാണിച്ചാൽ നമുക്ക് പേരുദോഷാവേ. അങ്ങനെയല്ലേ ഉണ്ടായത്. ഓടിനകത്ത് കേട്ടിട്ട് ഇവളുടെ യൂട്യൂബ് കാണുന്നതന്നെ നാണക്കേട്. ഇനി സിനിമയിൽ പോയി എന്തോന്ന് നീ ഞാൻ കാരണം ഈ വീട്ടിൽ എന്തായാലും വേണ്ടി ഇവള് കാണുന്ന ഫുള്ള് നാണക്കേട്. നാണം കേട്ടോ. നീ അഭിനയിക്കണം പോയി. നീ പോടാ, നീ പോയി കണ്ണി ചാളമേരി. പോടാ തോട്ടിക്കോരെ. നീ പോയി. ചട്ടി എടുത്ത് കളി. അഭിനയം പഠിപ്പിക്കാൻ അവസാനം അടിയും പിടിയും ബഹളവും ഉള്ള സമാനം കൂടെ കളയും മനുഷ്യന്റെ. ഞാൻ പറഞ്ഞല്ലേ അച്ഛനടുത്ത് ഈ കച്ചറ പിള്ളേരെ എന്നെ എടുത്ത് കൂട്ടണ്ടാന്ന്. പിന്നെ നിനക്ക് കൂട്ട ഇരുത്താടി കാണാൻ കൊള്ളാവുന്ന കുറെ സുന്ദരന്മാരെ മര്യാദയ്ക്ക് അഭിനയിക്കാൻ അറിയാവോ നിനക്ക്? ഗണിക്കണ്ട വലിയ അഭിനേത്രി. ആൾക്കാർ ഗണിക്കും. നേരെ നമ്മൾ അഭിനയിച്ചില്ല, ആൾക്കാർ ഗണിക്കും. അച്ഛന് വേറെ പണിയൊന്നും കേറി വാച്ച. നീ പോയി. അഭിനയ നീ പോടാ തോട്ടിക്കോരെ. നീ പോയില്ലേ വീട്ടിൽ പോയി കഞ്ഞി കുടിച്ച് കിടക്കണ. ഞാൻ കിണറാടി. നീ പോടാ. അച്ഛാ ഇവൻ ഇവിടെ നിർത്താൻ ഞാൻ അവന് ശരിയാവില്ല. എടി എന്നെ ഇറങ്ങി പോയി ഇവിടുന്ന്. നീ ഇറങ്ങി പോടാ. ഞാൻ കാര്യം പറ്റേ ഇതേപോലെ അഭിനയിച്ചാൽ മതി. കറക്റ്റാ. ഇങ്ങോട്ട് മാറിക്കേ. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നാ മതി. അഭിനയിക്കാൻ അറിയാത്ത ഇവിടെ തല്ലിട്ട് വല്ല കാര്യമുണ്ട്? ഇതിനൊന്നും അഭിനയിക്കാന്ന് അറിയില്ല. ഞാൻ പോവാ. ഒരടി കുഴപ്പമില്ല. തുപ്പടി, തുപ്പടി. ഇത് വലിയ കൃഷ്ണ തുപ്പ്. മക്കൾ പോയി. അഭിനയിക്കാൻ ഇറങ്ങിയിരിക്കുന്നു.